Amen.
നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഒന്നിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ തൊട്ടൻപാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാരഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിൽ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തിയും സമാധാനവും നൽകുകയും ചെയ്യുന്നുവല്ലോ. ഈ ദൈവിക രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നീക്കും. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനുഗീതികൾ പാടിയിടും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങൾ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ
സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകല എന്തുകൊണ്ടെന്നാലെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ നയിക്കും. സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നയിക്കും. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നീക്കും. സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരിനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായി ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സഹോദരരെ, പൗലോസ്ലേഖ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 23 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. എല്ലാം അനുവദനീയമാണ്, എന്നാൽ എല്ലാം ഗുണകരമല്ല. എല്ലാം അനുവദനീയമാണ്, എന്നാൽ എല്ലാം പണിതുയർത്തിയിട്ടില്ല. ഓരോരുത്തരും സ്വന്തം നന്മ കാക്ഷിക്കാതെ മറ്റുള്ളവന്റെ നന്മ കാക്ഷിക്കട്ടെ. ചന്തയിൽ വിൽക്കപ്പെടുന്ന ഏതുതരം മാംസവും മനസാക്ഷി കുത്തില്ലാതെ ഭക്ഷിക്കുവിൻ. കാരണം ഭൂമിയിലും അതിലുള്ള സകലത്തിലും കർത്താവിന്റെ സൃഷ്ടിയാണ്. അവിശ്വാസികളിൽ ഒരുവൻ നിങ്ങളെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുകയും നിങ്ങൾ പോവുകയും ചെയ്താൽ അവിടെ വിളമ്പുന്നത് എന്തും മനസാക്ഷി കുത്തില്ലാതെ ഭക്ഷിക്കുവിൻ. എന്നാൽ ആരെങ്കിലും ഇത് ബലിയർപ്പിച്ച വസ്തുവാണ് എന്ന് പറഞ്ഞാൽ അത് വെളിപ്പെടുത്തിയവനെയും അവന്റെ മനസാക്ഷിയും പ്രതി നിങ്ങളത് ഭക്ഷിക്കരുത്.
സ്വന്തം മനസാക്ഷിയല്ല അവരെൻ്റേതാണ് ഞാൻ വിവക്ഷിക്കുന്നത്. എൻ്റെ സ്വാതന്ത്ര്യം മറ്റൊരുവൻ്റെ മനസാക്ഷിയാൽ എന്തിനു വിധിക്കപ്പെടണം? കൃതജ്ഞതയോടെയാണ് ഞാൻ പങ്കുപറ്റുന്നതെങ്കിൽ ഞാൻ കൃതജ്ഞത അർപ്പിച്ചതിനെ പറ്റി എന്തിനു കുറ്റാരോപിതനാകണം? നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്താൽ എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുക. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവായ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 12:57 മുതൽ 13:5 വരെ തിരുവചനങ്ങൾ. എന്തുകൊണ്ട് നിങ്ങൾ നീതിപൂർവ്വം വിധിക്കുന്നില്ല? നീ നിന്റെ എതിരാളിയോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അയാളുമായി ഒത്തുതീർപ്പിലെത്താൻ ശ്രമം നടത്തുക. അല്ലെങ്കിൽ അയാൾ നിന്നെ ന്യായാധിപന്റെ അടുക്കലേക്ക് വലിച്ചിഴയ്ക്കുകയും ന്യായാധിപൻ നിന്നെ പാറാവുകാരനെ ഏൽപ്പിക്കുകയും പാറാവുകാരൻ നിന്നെ തടവിലിടുകയും ചെയ്യും. ഞാൻ നിന്നോട് പറയുന്നു, അവസാനത്തെ തൊട്ട് വരെ പുറത്തു വിട്ടാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല. ഗലീലിയക്കാരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പിലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ ഈശോയെ അറിയിച്ചു. അവർ ചോദിച്ചു, ഇവയെല്ലാം സഹിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയക്കാരെക്കാൾ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നു? അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അഥവാ ശീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ എല്ലാ ജെറുസലേം നിവാസികളെക്കാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നു? അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, പടിഞ്ഞാറ് മേഘം കാണുമ്പോൾ മഴ പെയ്യും എന്ന് നിങ്ങൾ പറയുന്നു. തെക്കൻ കാറ്റടിക്കുമ്പോൾ വേനൽക്കാലമാകും നിങ്ങൾ പറയുന്നു. അല്പ വിശ്വാസികളെ, ബുദ്ധിഹീനരെ, കാലത്തിൻ്റെ ഭൂമിയുടെ മാറ്റങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. പക്ഷേ കാലത്തിൻ്റെ മാറ്റം തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് ഈശോ താൻ ജീവിച്ചിരുന്ന സമൂഹത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട്. വരാൻ പോകുന്ന വലിയ ദുരന്തങ്ങൾ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം എന്ന് പറയുക. മനസ്സാന്തരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല, മറ്റുള്ളവരെയൊക്കെ ബാധിക്കുന്നത്, എൻ്റെ അയൽവക്കത്തുള്ളവരെ, എൻ്റെ വീട്ടിലെ ഇന്ന ആളുകളെ എനിക്ക് ബാധകമല്ല എന്ന് ചിന്തിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മളത് ചെയ്യുന്നുമുണ്ട്.
നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. യേശുവിൻ്റെ കാലത്തെ അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ കാലത്തെ സമൂഹവും നമ്മളിപ്പോൾ ജീവിക്കുന്നത് പോലെയൊക്കെ അല്ലാതെ വലിയ കുഴപ്പം കാണിച്ചായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. നമ്മൾ വിചാരിക്കുക അതൊക്കെ കാലത്തെ പ്രശ്നങ്ങളായി, ഇപ്പം നമുക്കതൊന്നും ബാധകമല്ലെന്നാണ് വിചാരിക്കും. ഇന്നൊക്കെ എന്തൊക്കെ സംഭവിക്കുന്നത്? കുഞ്ഞുങ്ങളെ കൊണ്ടിട്ട് പോകുന്ന അമ്മമാരില്ലേ, പങ്കാളികൾ പരസ്പരം കൊല്ലാനും കൊല്ലിക്കാനും ഒക്കെ കൂട്ടുനിൽക്കുന്നില്ലേ? എന്തൊക്കെ തിന്മകളാണെന്ന് ലോകത്തിൽ പെരുകുന്നത് നമ്മൾ തിരിച്ചറിയണം. മനുഷ്യൻ അഹങ്കാരത്തിൻ്റെ കുടമുട്ടിയിലെത്തിയിരിക്കുക. അങ്ങനെ വരുമ്പോൾ അവരുടെ ദൈവം ഇടപെടും. ലോകം മുഴുവൻ ഇന്ന് സമ്പത്ത് കൈയുണ്ടെങ്കിൽ, അധികാരമുണ്ടെങ്കിൽ, ആയുധങ്ങളുണ്ടെങ്കിൽ, സ്വാധീനമുണ്ടെങ്കിൽ എല്ലാം ആകാമെന്നുള്ള വിചാരത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഇന്ന് ലോക സമൂഹം മുഴുവൻ നിസ്സഹായരായിരിക്കുന്ന ഒരവസ്ഥയാണ്. സമ്പത്ത് കൊണ്ട് പറ്റില്ല, അധികാരം കൊണ്ട് പറ്റില്ല. മനുഷ്യൻ ഇന്ന് അവന്റെ ജീവന് വേണ്ടി, ജീവൻ നിലനിർത്താൻ വേണ്ടി, അപകടപ്പെടാതിരിക്കാൻ വേണ്ടി ഇന്ന് വിഷമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. സാമൂഹ്യ ബന്ധങ്ങളൊന്നും പാടില്ലാത്തൊരവസ്ഥയിൽ എപ്പോഴും പറയുന്നത് സാമൂഹിക അകലം പാലിക്കണമെന്നാണല്ലോ. മനുഷ്യരെന്ന് വല്ലാത്തൊരവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു വലിയ കാര്യം മനസ്സാന്തരം എന്നുള്ള കാര്യം തന്നെയാണ്. മാറ്റങ്ങളുണ്ടാകണം എൻ്റെ ജീവിതത്തിൽ, മാറ്റങ്ങളുണ്ടാകണം, മനസ്സാന്തരം ഉണ്ടാകണം. അതാണ് മനസ്സ് വേണ്ടത്. ഈശോ 2 ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ശീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് 18 പേരും മരിച്ചു. ഈ 18 പേര് മരിച്ച 18 പേരും മറ്റുള്ളവരെക്കാൾ പാപികളായിരുന്നത് കൊണ്ടല്ല. ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആളുകളുടെ മേല് പീലാത്തോസിന്റെ രഹസ്യ പോലീസുകാർ അല്ലെങ്കിൽ പടയാളികൾ ചാടി വീണ് ആ പ്രാർത്ഥനാ സമൂഹത്തിലുണ്ടായിരുന്ന ഏതാനും ആളുകളെ കൊന്നു. അതാണ് ബലികളോടുകൂടെ രക്തവും കൂടെ കലർത്തി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അപ്പൊ അവര് അവിടെ ഇരിക്കുന്ന മറ്റുള്ളവരെക്കാൾ കൂടുതൽ പാപികളായിരുന്നു എന്നല്ല അതിന്റെ അർത്ഥം. ഈ ദുരന്തങ്ങളും ഈ കഷ്ടതകളും നമ്മുടെ പിടിയിൽ നിൽക്കാത്ത ഈ പ്രതിഭാസങ്ങളുമൊക്കെ നമ്മുടെ മനുഷ്യ സമൂഹത്തിന്റെ തിന്മയുടെ ഫലമല്ലേ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഓർക്കുമ്പോൾ എല്ലാം എൻ്റെ ഒക്കെ ശരിയാണ്. അങ്ങനെയുള്ള ഈ സെൽഫ് കോംപ്ലസൻസി എന്ന് പറയുന്നത് ഞാനെല്ലാം ശരിയാണ്, ശരിയല്ലാത്തതൊക്കെ മറ്റുള്ളവരാണെന്നുള്ള ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയ സഹോദരൻ, യേശുവിൻ്റെ ഈ കൽപ്പന ഗൗരവമായിട്ട് നമുക്കെടുക്കാം. നീ ന്യായാധിപന്റെ അടുക്കലേക്ക്, നിന്റെ ശത്രുവുമായി നിന്റെ പിണക്കമുള്ളവനായി കടന്നു പോകാൻ വഴിയിൽ വെച്ച് നീ രമ്യതപ്പെടണം. അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അവിടെ നിയമത്തിന്റെ വഴിയാണ്. അവൻ നിന്നെ വിചാരണ ചെയ്ത് നിന്നെ കോടതിയിൽ നിന്ന് നിന്നെ അവസാനം കാരാഗൃഹത്തിലാക്കുന്നു. യഥാബുദ്ധി വഴിയിൽ വെച്ച് രമ്യതപ്പെടുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് പ്രായോഗിക ബുദ്ധിയെ കുറിച്ചാണ് പറയുക. എൻ്റെ പ്രിയ സഹോദരൻ, നമുക്ക് ഈ രമ്യതപ്പെടലിൻ്റെ മനോഭാവത്തിലേക്ക് വരണം. കുടുംബത്തിലും സമൂഹത്തിലും എല്ലാ മേഖലകളിലും തിന്മയുടെ വഴികൾ നമ്മൾ പിന്തിരിയണം. ഈ വലിയ ആഹ്വാനം, ഈ വലിയ കൽപ്പന നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയട്ടെ. ഇന്ന് സമൂഹം നേരിടുന്ന വലിയ പ്രതിസന്ധികൾ, വലിയ തിരിച്ചടികൾ നമുക്ക് വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലൂടെ കണ്ട് പരിഹാരം ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചോദിക്കുന്നുണ്ട്, മൂഢ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്നെടുത്താൽ. അങ്ങനെ ഓരോരുത്തരും ചിന്തിക്കാൻ കഴിയട്ടെ. ഈ രാത്രിയിൽ, ഈ ദിവസം ഞാൻ കടന്നു പോകേണ്ടി വന്നാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? എനിക്ക് അപ്പുറത്തൊരിടമുണ്ടാകുമോ? നമ്മളിപ്പോൾ കാണുന്നുണ്ട്, നടന്നു പോകുന്ന വഴിക്ക് ഒരുമിച്ച് കൂടുന്നിടത്ത് ഒക്കെ കുഴഞ്ഞ വീട് മരിച്ചു. ഇവരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ മുമ്പിലുള്ള ആ വിധി എന്തായിരിക്കുമെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകട്ടെ മനസ്സിൽ. ഏത് നിമിഷവും എന്നെ കണക്ക് ചോദിക്കാം എന്നുള്ള വിചാരത്തോടു കൂടെ, ആരോടും ശത്രുതയില്ലാതെ, പകയില്ലാതെ, ആരോടും വിദ്വേഷമില്ലാതെ എല്ലാവരുമായി രമ്യതപ്പെട്ടു പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകട്ടെ. കർത്താവിൻ്റെ മുന്നറിയിപ്പ് നമുക്ക് ഉൾക്കൊള്ളാം.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ പ്രത്യാശയോടും കൂടി പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമെന്ന് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്ത് തിരുനാളിൽ സ്ലീഹന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. വരദാനങ്ങളാൽ സ്നേഹന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ ദ്രുപത അധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ മേൽധ്യക്ഷനും പിതാവുമായ മാർ ജോസഫ് മെത്രാനെയും മാർ ജേക്കബ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിത രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. വിശുദ്ധ കൂദാശകളിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ, കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്നേഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവേ, ജീവിത ക്ലേശങ്ങളുടെ മധ്യ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്തവർ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും പ്രേക്ഷിതരായി പ്രക്ഷോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകമായി നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. വാർത്തകൾ പറയുന്നു, ആരോഗ്യ പ്രവർത്തകര്, ഡോക്ടർമാര്, നഴ്സുമാര് ഒക്കെ ഈ രോഗത്തിന് വിധേയരായി മാറുന്നു. ഈ സമൂഹത്തെ സേവിക്കാൻ വേണ്ടി വന്നതുകൊണ്ടാണ്. ക്രമസമാധാനവും അതുപോലെ രോഗവ്യാപനവും ഒക്കെ തടയാൻ വേണ്ടി ശ്രമിക്കുന്ന പോലീസുകാർ രോഗികളായി മാറുന്നു. ഒരു വലിയ അപകടകരമായ സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അവരെയൊക്കെ നമുക്ക് ഓർത്ത് അവരുടെ രോഗശാന്തിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അന്യനാട്ടിൽ നിന്നും ഏകദേശം 3000-ഓളം ആളുകൾ ഇന്ന് വന്ന് കേരളത്തിൽ ലാൻഡ് ചെയ്യും. ഇന്നലെ 240-ലധികം ആളുകൾ രോഗികളായിട്ടുണ്ട്. ഇന്ന് എത്രയാണെന്ന് നമുക്കറിയില്ല. ഈ മഹാവ്യാധിയിൽ നിന്ന്, ഈ മഹാമാരിയിൽ നിന്ന് നമുക്ക് രക്ഷകരണയെ നമുക്ക് തീഷ്ണമായി പ്രാർത്ഥിക്കാം. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങേ കാരുണ്യാതിരികത്താൽ തെരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, ഞങ്ങൾ കൈവയ്പിനായി തലോലിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈഹികമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലകൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്ന് അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുൻപാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നിച്ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാണ് ജീവിതകാലം മുഴുവനും അങ്ങേ യഥോചിത പ്രതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയ്ക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും.
മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. Thank you.
സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള അതിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശ്വരസിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്ന് പന്തിയസ്പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്വയമായി തെരഞ്ഞപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള യുഗമോദീസായി ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പത്രിയർക്കിസ്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷയുടെ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെ കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയദർശയോടെ നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശിഹായുടെ സ്നേഹവും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സുവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകം വേർപെട്ടു പോയ എല്ലാവരെയും സ്മരിക്കുവേൻ. മിശിഹായുടെ കൃപയാൽ ഇവരെ നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിന്റെ ജീവനും കാരണമാകട്ടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും മന്ദാപത്തോടും ശുദ്ധിയോടും കൂടെ കർത്താവിൽ നിന്ന് പറയുകയും അവിടുത്തെ വെച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് രക്ഷിക്കപ്പെടുന്നത് സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയഭക്തിസരമായ രഹസ്യങ്ങൾ ഉദാശയിൽപ്പെടുന്നു. പുരോഹിത നരമാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ.
വാസഭൂമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലി അർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടെ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധനങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാമങ്ങളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിനുള്ള സകലത്തെയും കാര്യമോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലഹമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരബികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരബികളുമായ ക്രോബന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങയ്ക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദർശനം, അങ്ങിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായവുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി
ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായി ഇവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ മമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തം ആകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസൻ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതി നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ നീ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടെ. ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും സഭയുടെ തലവനും പിതാവുമായ മാർ ഗീവർഗീസ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അതിരൂപതാധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും രൂപതാധ്യക്ഷനും പിതാവുമായ മാർ ജോസഫ് മെത്രാന് വേണ്ടിയും മാർ ജേക്കബ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, ഭരണാധികാരികൾ എന്നിവർക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമെല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും യോഗ്യനായ എനിക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ
നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ ഔന്നത്യവും സമത്വമായ കൃപയാൽ സഞ്ചാരമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഐശ്വര്യശിതായ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, ധനപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായിട്ടുള്ള എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചു എന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. ഞങ്ങൾ നിശബ്ദരായ ആദരവോടെ പ്രാർത്ഥിക്കുകയും നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ താമസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. നിന്റെ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും എന്നും എപ്പോഴും ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയതോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായി നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. Shagani so
നമ്മുടെ കർത്താവ് ഈശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തികാര്യങ്ങളോടെ സമീപിക്കാം. അനുതാപങ്ങളുമാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിന്റെ നാനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്യാശത്രും നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോശുവോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉറപ്പിലും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വിശ്വാസത്തോടു കൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നമ്മലഹതയും പ്രസന്നാവതനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരാ, നല്ലവനായ ദൈവമേ, പ്രഭാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സുഖത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യം അധികാരവും അങ്ങയുടേതാകുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. അരൂപിയിലുള്ള ദീർഘകാല വശീകരണം ചെറുതാ പ്രാർത്ഥനകൾ ആവർത്തിക്കാം. എന്റെ ഈശോയെ, സന്നിഹിതരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാൾ ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക്
ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുതിർഭവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പൊങ്കളെ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടുത്തെ ആദാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഇടവക കടമുകൽ പുത്രന്മാര ടോമി കെ ജോസഫ്, മേഴ്സിക്കുട്ടി ടോമി, മകൾ ടിഷ ടോമി, ഓറമംഗലൂർ ഈസ്റ്റ് മാറാടി ഇടവക, ഒട്ടയ്ക്കൽ പി ജെ പോൾ, മരിയ മാത്യു മകൻ ഏണസ്റ്റ് മാത്യു പോളും തമ്മിൽ വിവാഹം നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഈ അടുത്ത ശനിയാഴ്ചയാണ് അവരുടെ വിവാഹം. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അറിയിപ്പുകൾ: നമ്മുടെ ഇടവകയിൽ കഴിഞ്ഞ 3-ലധികം വർഷമായി സേവനം ചെയ്തുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സിസ്റ്റർ റേച്ചൽ ഈ ആഴ്ചയിലെ സ്ഥലം മാറി പോകുമെന്ന് മനസ്സിലാക്കി. ചങ്ങനാശ്ശേരിക്കാണ് പോകുന്നത്. ഈ 3-ലധികം വർഷങ്ങളിലൂടെ വളരെ കാര്യമായിട്ട് ഇടവകയിൽ സഹകരിക്കുകയും സൺഡേ സ്കൂളിലാണെങ്കിലും അതുപോലെ സംഘടനകളിലാണെങ്കിലും അലങ്കാരങ്ങളുടെ കാര്യങ്ങളിൽ കുടുംബ കൂട്ടായ്മകളിലുമൊക്കെ നന്നായിട്ട് സഹകരിക്കുകയും എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടുകയും ചെയ്ത ബഹുമാനപ്പെട്ട സിസ്റ്ററിന് തൻ്റെ പുതിയ പ്രവർത്തന മേഖലയിൽ എല്ലാ ഭാവങ്ങളും നേരുകയും ഇടവകയുടെ പേരിൽ പ്രത്യേകമായ നന്ദി സ്നേഹം അറിയിക്കുകയുമാണ്. ഇന്ന് 2 കുർബാനയുണ്ട്. രണ്ടാമത്തെ കുർബാന 9:45 മണിക്കാണ്. കുർബാനയിൽ വരുമ്പോൾ നിർബന്ധമായും മുഖാവരണം നമ്മൾ ധരിക്കണം. സർക്കാരിൻ്റെ നിർദ്ദേശമാണ്. ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് സൂക്ഷിച്ചിട്ടുണ്ട്. കുറച്ച് അവിടെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടുള്ള കിട്ടുകയല്ല. അവിടെ കിട്ടിയത് സംഘടിപ്പിച്ചുകൊണ്ട് വരണം. നാളെ മുതൽ പതിവ് പോലെ 6:30 മണിക്ക് രാവിലെ പള്ളിയിൽ കുർബാന ഉണ്ടാവുന്നതാണ്. സൺഡേ സ്കൂളിൻ്റെ ആരംഭമാണല്ലോ ഇന്ന്. ഓൺലൈൻ ക്ലാസ്സുകളാണ്. പാഠപുസ്തകങ്ങൾ കുറേ പേര് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. കുറേ പേരുടെ വാങ്ങാനുണ്ട്. ഒന്ന് വാങ്ങിക്കൊണ്ട് പോകാവുന്നതാണ്. ഒരു കാര്യങ്ങളാണ് പ്രത്യേകം. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയമായ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴികളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകവും ദിവ്യമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരുടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും സകലത്തെയും പൗത്രീകരിക്കുന്ന തന്റെ അമൂല്യമായ ശരീരരക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹ കൃപാപൂർവ്വം നമ്മെ യോഗ്യരാക്കി. വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടെ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ അച്ചാരം നിന്റെ കാരുണ്യാതിരികത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രീതിജനകമായി വിധം വർദ്ധിച്ച എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവ സകലേശൻ നിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം
ദൈവം നമ്മെ വിളിച്ചല്ലോ അക്ഷയ സൗഭഗമാർന്നിടുവാൻ. ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും എൻ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാത്തവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ, ഏവം നാഥനരുൾ ചെയ്തു. അരുണയ പോലും നീ ബലിയിൽ പങ്കാളികളാ മഹിളക്ക്. ദൈവം കനിവാർന്നരുളട്ടെ ദിവ്യാനുഗ്രഹമെന്നും. നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയുടെന്നും. ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭാവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.